ഈ കാണുന്ന പോലത്തെ കളർ ഗ്രേഡിങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു കളർ ഗ്രേഡിങ് നമ്മൾ ചെയ്യുന്നത് CapCut ഉപയോഗിച്ചിട്ടാണ്. സോ നിങ്ങൾ ആദ്യം CapCut ഓപ്പൺ ആക്കുക. ഓക്കെ, ഞാനിവിടെ ഈ ഒരു വീഡിയോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ ആ ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ ചെയ്യേണ്ട വീഡിയോ ആണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റേഴ്സിനകത്ത് പോയിട്ട് ഏംബർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു എഫക്റ്റ് കാണാം. ഇവിടെ നിങ്ങൾ ലൈഫിനകത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആംബർ എന്ന് പറഞ്ഞിട്ട് കാണും ഈ ഒരു എഫക്റ്റ്. സോ ഇത് നിങ്ങൾക്ക് വേണ്ട ഇൻറ്റൻസിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു കളർ ഗ്രേഡിങ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളുടെ വീഡിയോസിനകത്ത് ഇതുപോലെ ഫേസ് കാണിക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മുഖത്തെ കണ്ടില്ല, മുഖത്തെ കളർ തന്നെ മൊത്തത്തിൽ മാറുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തി നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലത്തെ വീഡിയോസിനകത്ത് ഈ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്ത് ഹ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് നിങ്ങൾ ഫുൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു പിങ്കിഷ് കളർ കിട്ടുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ടെമ്പറേച്ചറും കാര്യമൊക്കെ കൊടുത്താൽ മതി. സോ ആദ്യം ഞാൻ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്ന് ചെയ്ത് ആദ്യം കാണിച്ചു തരാം. ചെറുതായിട്ട് ബ്രൈറ്റ്നെസ്സും പിന്നെ എക്സ്പോഷർ ബ്രില്യൻസും അതുപോലെ ഷാഡോസും കൂട്ടി കൊടുക്കുകയാണ്. ഹൈലൈറ്റ്സ് കുറക്കുകയാണ്. അല്ലെങ്കിൽ ഷാർപ്പ്നെസ് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കളർ കറക്ഷൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ആ ഒരു ഹ്യൂ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടില്ല, നമ്മൾ പല വീഡിയോസിനകത്ത് കണ്ടുള്ള ഒരു കളർ ഗ്രേഡിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഈ ഒരു വീഡിയോനകത്ത് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി ഹാർഷായിട്ടാണ്. പോരാത്തതിന് ഇത് കുറച്ച് വെയിലത്തൊക്കെ എടുത്തതോ അല്ലെങ്കിൽ ഗ്ലോ എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്ത ഒരു സംഭവമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹ്യൂ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ ഗ്രാഫ്സ് കാണാം, അത് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ 3 കളേഴ്സ് യൂസ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് റെഡ് കാണാം, ഗ്രീൻ കാണാം, ബ്ലൂ കാണാം. ഈ 3 കളറിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആദ്യം നിങ്ങൾ റെഡ് എടുക്കുകയാണ്. റെഡിൽ നടുവിലൊരു ഡോട്ട് ഇടുകയാണ്. അതുപോലെ ഇവിടെയും ഒരു ഡോട്ട് ഇടുകയാണ്. എന്നിട്ട് നിങ്ങൾ മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ആകാശത്ത് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു കേവ് കൊണ്ട് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡാർക്ക് പാർട്ട് അല്ലെങ്കിൽ ഫേസൊക്കെയുള്ള ആ ഒരു മിഡ് ടോൺസ് ഒക്കെയുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഈ ഒരു ഭാഗം ആ ഒരു ഹൈലൈറ്റ് ചെയ്ത ആകാശം മാത്രം നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇത് അതായത് ഈ ഒരു സാധനം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കതൊന്നും ചെയ്യണ്ട. നമുക്ക് ജസ്റ്റ് ആ ഒരു ആകാശത്ത് മാത്രം ചെറിയൊരു എഫക്റ്റ് കൊടുക്കാം. ഇത് അധികം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫേസിൻ്റെ കളറും ചെറുതായിട്ട് മാറുന്നുണ്ട്. സോ അത് നിങ്ങൾ മാറാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി മാറുന്ന എനിക്ക് തോന്നുമെങ്കിൽ ജസ്റ്റ് ആ മൂന്നാമത്തെ അല്ലെങ്കിൽ നടുവത്തെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സെയിം രീതിയിൽ വരുന്ന രീതിയിൽ ഒരു സെയിം കളർ ടോൺ വരുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കളറാണ് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. അതുപോലെ അടുത്തതും ഈ ഒരു കളർ ഞാൻ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ല ആ ഒരു കളർ വരുന്നുണ്ട്. ഞാനിപ്പോൾ സട്ടിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹ്യൂവും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ്സിനകത്ത് പോയിട്ട് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹാഷാക്കി എടുക്കാം. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേയൊക്കെ ആ ഒരു കളർ ഗ്രേഡ് കിട്ടുന്നതാണ്. ഇതിൽ ഫേസും കുറേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടില്ല. ഏകദേശം ഇതിൽ മൊത്തം ആകാശവും ആ ഒരു ഗ്രേഡ് വരുന്നൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് വേറൊരു വീഡിയോ ആണ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയതാണ്. ഇതാണ് ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ HSL ടൂൾ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെഡും ഈ ലാസ്റ്റുള്ള കളറും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ഈ റെഡ് കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട കളർ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണ്ട സാച്ചുറേഷന് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം. ലാസ്റ്റത്തെ കളറും അങ്ങനെ നിങ്ങൾക്ക് ഓരോ കളറ് മാത്രമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കളർ ഗ്രേഡ് എടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡിങ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.